വാവ് കൊള്ളാം. പാംസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ മയണൈസ് ആണ് ഇതൊരു റീസണബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. ഇതിന് 4 മുട്ട എടുത്തു, ഒരു ഫോർക്ക് എടുത്ത് ഞാൻ ഇതെല്ലാം ഒന്ന് ഉടക്കിയാണ്. നല്ല സ്റ്റൈലൻ സാധനമാണ് കേട്ടോ. ആഹാ ചൂടോടെ. ആദ്യമായിട്ട് വരുമ്പോൾ ഒരിക്കലും യൂറോപ്യൻ വണ്ടി മേടിക്കരുത് നിങ്ങൾ, പണി കിട്ടും എന്നുള്ള ഷുവറാണ്. ഇത് ബിഗ് സൈസ് മുട്ട കേട്ടോ, മിക്കവാറും 2 ഉണ്ണി കാണാൻ ചാൻസ് ഉണ്ട് അതിനകത്ത്. ഡാൻബി വലുതായിട്ടോ. ഡാൻബി ഒരു ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പേടി സ്വപ്നമായിരിക്കുന്ന ഒരു ഭക്ഷണ സാധനമാണ് മയണൈസ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ അടുത്ത കാലത്ത് ഫേമസ് ആയി വന്ന സംഭവമാണ് ഈ മയണൈസും പരിപാടിയൊക്കെ. പക്ഷേ എല്ലാവരും പേടി സ്വപ്നമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ മയണൈസും ഉണ്ട്, നമ്മുടെ ഫാമിലെ എഗ്ഗും കൊണ്ട് ഒരു എന്താ പറയുക കിഡിലൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ഷെഫൊന്നുമല്ല കേട്ടോ, പല ഷെഫുമാരെയോ കണ്ടിട്ട് ഞാൻ കോപ്പി ചെയ്യാൻ നോക്കുന്നതാണ്. നമ്മൾ ഷെഫ് പിള്ളയും ഇവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള ബൂംബാങ്ങൊക്കെ വലിയ ഷെഫ് പരിപാടിയായിട്ട് നിങ്ങളുടെ അടുത്ത് മുമ്പിലായിട്ട് വരാറുണ്ട്. ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയൊരു പരിപാടിയാണ്. അവരൊക്കെ പറഞ്ഞാൽ കേട്ടതിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഈ മയണൈസ് എന്ന് പറഞ്ഞ സാധനം ആളക്കൊല്ലിയൊന്നും അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് വേറെ ഓരോ രീതിയിലൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലൊക്കെ എത്ര സത്യാവസ്ഥയുണ്ട്, ശരിക്കും സംഭവിക്കുന്നതാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. എനിവേ നമ്മളൊരു കിഡിലൻ മയണൈസ് കൊണ്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്, അതും ഫാം എഗ്ഗും കൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഫാം എഗ്ഗ് വറക്കാൻ പോവുകയാണ്. അതിനുശേഷം ഓരോ പ്രോസസ്സായിട്ട് നമുക്ക് കാണാം. ഓക്കെ, കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ട് ഇവിടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്ലാൻഡിലൊക്കെ ഭയങ്കര ഫ്ലഡും പരിപാടിയൊക്കെ ഉണ്ടായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഹാമിൽട്ടണിൽ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഓക്ലാൻഡിൽ ഒരുവിധം എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഫ്ലഡും പരിപാടിയൊക്കെ വരുന്നത്. ഇത് കേട്ടപ്പോൾ നാട്ടിൽ നിന്ന് ചേട്ടൻപുള്ളി എന്നോട് ചോദിച്ചു, അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ശമ്പളമൊക്കെ മാസം കൊടുക്കേണ്ടി വരുമോ? നാട്ടിൽ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ ഇതുവരെ അങ്ങനെയുള്ള മാസപ്പിരിവുകളും ചിലവുകളൊന്നും ഗവൺമെൻറ് കൊടുക്കേണ്ട സ്ഥിതി വന്നിട്ടില്ല. ഗവൺമെൻറ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ഇൻഷുറൻസ് കമ്പനിയാണ് ഇങ്ങനെയുള്ള എല്ലാ ചിലവുകളും. ഇപ്പം ഒരു വീട് മേടിക്കുകയാണെങ്കിലും വണ്ടികളും എല്ലാത്തിനും തന്നെ ഫുൾ കവർ ഇൻഷുറൻസും പരിപാടി, വീടിനൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആളുകൾ ആ ഇൻഷുറൻസ് തന്നെ പേ ചെയ്തോളൂ എല്ലാം തന്നെ. അവരുടെ താമസം വരെ ഇൻഷുറൻസ് ആണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും. നമ്മളിതുവരെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഇതുവരെ അങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ തുടക്കതയായി കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്കറിയില്ല. എനിവേ കറന്റ് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ റെയിൻ കോട്ട് ഇട്ടേക്കാം. വെറുതെ റെയിൻ കോട്ട് ഇട്ടില്ലെങ്കിൽ വെറുതെ പനി പിടിപ്പിക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ മുട്ട വറക്കാൻ പോകാം ആദ്യം തന്നെ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു എന്താണ് ഡേ ഇൻ മൈ ലൈഫുമായിട്ട് കാണാം കേട്ടോ. ഇന്ന് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്നും പോകാനുള്ള പരിപാടിയില്ല. ഇന്ന് മുട്ട വറക്കലും മുട്ട ഉണ്ടാക്കലും. മയണൈസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, പോയി നോക്കണം. അപ്പോൾ നമ്മൾ മുട്ട പറക്കാൻ പോവുകയാണ്. മുട്ട പറക്കാൻ പോകുമ്പോൾ കോഴിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് എന്തെങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ലെഫ്റ്റ് ഓവർ ഫുഡ് കുറച്ചുണ്ട്, കുറച്ച് ബ്രെഡും അങ്ങനെയുള്ള കുറച്ച് ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നറിയില്ല. അപ്പം അതും കൂടെ കോഴിക്ക് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് മുട്ടയൊക്കെ പറക്കി വരാം. നിങ്ങൾക്കറിയാം, പലരും കണ്ടിട്ടുണ്ടാവും എൻ്റെ കോഴികൾ മുഴുവൻ അവിടെയാണ് കേട്ടോ, ആ ഏരിയയിലാണ് കോഴിക്കോടും പരിപാടിയൊക്കെ. കുളത്തിലൊക്കെ നിറച്ചും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. മഴയുണ്ട്. കോഴിയെല്ലാം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചെല്ലുമ്പോഴേ കണ്ടോ, നമുക്ക് ഈ ഫുഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, എന്നിട്ട് മുട്ട വറക്കാം അല്ലേ. എന്തെങ്കിലും കൊടുത്തിട്ട് മുട്ട വറക്കുകയല്ലേ നല്ലത്. എന്നാടാ അടിച്ചു വിടോ, ഹാപ്പി ആയിട്ട്. ഇനി നമുക്ക് പോയിട്ട് ഉള്ളിൽ മുട്ട വറക്കാൻ പോകാം. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. കോഴികളവിടെ തിന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് പോയിട്ട് മുട്ട, ഇവിടെയാണ് മുട്ട ഇടുന്ന ഏരിയ കേട്ടോ. നമുക്ക് നോക്കാം മുട്ട ഉണ്ടോയെന്ന് നോക്കാം. മുട്ട ഉണ്ടാവേണ്ടതാണ്. മുട്ടയുണ്ട്. ഒരു 5-6 മുട്ട ഇട്ടിട്ടുണ്ട്. ഓക്കെ, 5-6 മുട്ട പോരാ, ഒരു 9 മുട്ട ശരിക്കും വരണം. ഒരു 11 കോഴിയാണുള്ളത്. 11 കോഴിയിൽ എല്ലാം മുട്ട ഇടാറില്ല. ഒരു 9 മുട്ടയൊക്കെ മാക്സിമം കിട്ടാറുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും എല്ലാ കോഴിയും മുട്ട ഇടാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ബ്രെഡ് മുഴുവൻ അടിച്ച് തീർക്കുന്നുണ്ടവൻ. അപ്പോൾ നമുക്ക് മുട്ട പറക്കാം. മുട്ട പറക്കി നമുക്ക് ഇതിലേക്ക് നോക്കാം. ഇത് ബിഗ് സൈസ് മുട്ട കേട്ടോ, മിക്കവാറും 2 ഉണ്ണി കാണാൻ ചാൻസ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, ചിലത് ചെറുതാണ്. ഞാൻ മുട്ട കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുട്ട കച്ചവടം എന്ന് പറഞ്ഞാൽ നല്ല കച്ചവടം ഉണ്ടോ, മുട്ട കിട്ടാനില്ല ഇപ്പോൾ. അപ്പോൾ ചിക്കൻസ് മോള് ചിലതിനൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അമ്മേ, ചിലതൊക്കെ ഇച്ചിരി ഓൾഡായിട്ടുണ്ട്. മുട്ട 2 ദിവസം കൂടുമ്പോഴൊക്കെ മുട്ട ഇടാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനൊക്കെ എങ്ങനെയാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കയറാം.
അങ്ങനെ നമ്മൾ എഗ്ഗൊക്കെ എടുത്ത് വീടിനകത്തേക്ക് വന്നു. എഗ്ഗ് ആദ്യം തന്നെ നമ്മൾ പുഴുങ്ങാൻ ഇട്ടേക്കാണ്. ഒരു 5-6 എഗ്ഗ് എടുത്തിട്ട് പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. ബാക്കി എഗ്ഗ് മുഴുവൻ ഞാൻ എന്താ പറയുക കാർട്ടൺ ബോക്സിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർ ഇഷ്ടം പോലെയാണ് എഗ്ഗിന് വേണ്ടിയിട്ട്. എനിക്കൊരു 60 എണ്ണം ഇപ്പം ഓർഡർ വന്നിട്ടുണ്ട്. 60 എണ്ണം എനിക്ക് കൊടുക്കാനില്ല. കഴിഞ്ഞ ആഴ്ച ഒരു 10-100 എണ്ണം കൊടുത്ത് തീർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിന് പുഴുകി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് കയറാം. വേറെ എന്താ, ഇന്ന് നല്ല മഴ തന്നെയാട്ടോ. ഇന്ന് വേറെ എവിടെയും പുറത്തൊന്നും പോകാനുള്ള നല്ലൊരു മൂഡുള്ള ഒരു ദിവസമല്ല. സണ്ണി ഡേ അല്ല, ഡ്രിസിലിംഗ് ഉണ്ട് പുറത്ത്. പിന്നെ നമ്മുടെ ബാംബി ഇവിടെ ഉണ്ട്. ബാംബി വലുതായിട്ടോ. ബാംബി ഒരു ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വേറെ രോഗങ്ങളും പരിപാടിയൊന്നുമല്ല കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള പോലെയാണോ പട്ടികളെ ഇവിടെ വളർത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നോക്കണം, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അവൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ദിവസമായിട്ടുള്ളൂ. അതിൻ്റെ ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് അനസ്തേഷ്യയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശ പോകുന്നുണ്ടാവില്ലേ, പട്ടിക്ക് അനസ്തേഷ്യ ഓപ്പറേഷനൊക്കെ. ഓക്കെ, ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഇവനുമായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, ഇവൻ്റെ സർട്ടിഫിക്കറ്റ്സ്, ഇഞ്ചക്ഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ പിന്നെ പറയാം കേട്ടോ. ബാംബി നോടാ ബൈ. ആക്ച്വലി രാവിലെ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കണം. രാവിലെ കഴിക്കണം എന്താണ്, വീറ്റ് ബിക്സും എല്ലാം കഴിക്കാൻ വിചാരിക്കണം. ഞാൻ കുറച്ച് മിൽക്ക് എടുക്കട്ടെ. കുറച്ച് മിൽക്ക് എടുത്തിട്ട് വീറ്റ് ബിക്സ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ ഒരു വെച്ചാൽ ഞാൻ മയണൈസ് നോക്കിയപ്പോൾ മയണൈസ് ആക്ച്വലി ഇല്ല ഇവിടെ. വീട്ടിലിരിപ്പില്ല. അപ്പം പോയി മയണൈസ് മേടിക്കണം. അപ്പോൾ എന്താ നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നോക്കട്ടെ. ഇവിടെയാണ് ഫുഡൊക്കെ വെച്ചേക്കണം കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സാധനം തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വീറ്റ് ബിക്സ് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ വീറ്റ് ബിക്സ് എടുത്തിട്ടുണ്ട്. പാല് ചൂടാക്കണം, അത് മറന്നുപോയി. പാല് മൈക്രോവേവിൽ ഒന്നിച്ച് വെച്ച് ചൂടാക്കട്ടെ. അപ്പോൾ പാല് റെഡിയാണ്. ഇനി നമ്മുടെ പരിപാടി ഒരു എന്താ പറയുക, ഒരു 2.5 ആവട്ടെ. 2.5 വീറ്റ് ബിക്സും പിന്നെ എന്താ ഒരു സ്പൂൺ എടുത്ത് കുറച്ച് ഷുഗറും കൂടെ അങ്ങ് ഇട്ടേക്കാം. ഓക്കെ, കുറച്ചും കൂടെ ഷുഗറായി. ഇനി ഇത് കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മയണൈസ് മേടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് മയണൈസ് മേടിക്കാൻ പോകാം. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ളത് ഒരു എന്താണ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റാണ്. ഏറ്റവും റീസണബിളായിട്ട് കിട്ടുന്ന പാക്ക് ആൻഡ് സേവിലാണ്. പക്ഷേ അടുത്തുള്ളത് ഇതായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, നമുക്കപ്പോൾ പതുക്കെ പോയി സാധനം മേടിച്ചു വന്നിട്ട് നല്ലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ന്യൂ വേൾഡിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകുന്നില്ല. സാധനം മേടിച്ചിട്ട് ഇപ്പോൾ തന്നെ വരാം. കാണുന്നതാണ് ന്യൂ വേൾഡ്. ഇന്ന് ഒരു വീക്കെൻഡ് അല്ല, ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആണ്. നല്ല തിരക്കുണ്ട് അതുകൊണ്ട്. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, ഞാനിപ്പോൾ മയണൈസ് മേടിച്ചു. മയണൈസ് എന്ന് പറഞ്ഞാൽ പാംസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ മയണൈസാണ്. ഇതൊരു റീസണബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. ഇതിന് എനിക്ക് വേണം 500 ഗ്രാം അങ്ങോട്ടാണ്. ഇത് 430 ഗ്രാംസ്. ഇതിന് എനിക്ക് ആയത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് $5 താഴെ ആയിട്ടുള്ളൂ ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് മേടിച്ചു. അതിനൊപ്പം തന്നെ ഞാൻ സോറി നമ്മുടെ അപ്പുറത്തെ കാറിലെ പുള്ളിക്കാരി വന്നു. പിന്നെ എന്താ, പിന്നെ ഈ സാധനം ഞാൻ കുറച്ച് എഗ്ഗ് ചിക്കൻ ഫ്രൈസ് കിട്ടി. ഇത് ഭയങ്കര ടേസ്റ്റാണ് അവിടെയുള്ള ഒരു പയ്യൻ പറഞ്ഞു, അതുകൊണ്ട് മേടിച്ചാണ് കേട്ടോ. ചിക്കൻ ഫ്രൈസ് $4, ഒരു 10 പീസ് 5-8 പീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ഫ്രൈസാണെന്ന് പറയുന്നുണ്ട്. ഇതുകൂടെ വെറുതെ ഒന്ന് മേടിച്ച് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. രസമല്ലേ? അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് പോയിട്ട് സാൻഡ്വിച്ചിലാക്കാം. അപ്പോൾ നമുക്ക് പോകാം. ഈ വണ്ടി ശരിക്കും ഉണ്ടല്ലോ 23-year-old BMW കേട്ടോ. BMW 330i എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഭയങ്കര പവർഫുൾ വണ്ടിയാണ് ശരിക്കും. 3 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അത് ഒരു സ്പോർട്ട് മോഡലാണിത്. ഭയങ്കര രസമാണ് ഓടിച്ചുകൊണ്ട് നടക്കാൻ. ഭയങ്കര പവറാണ് ശരിക്കും. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ബാക്കിലേക്ക് ഇങ്ങനെ പോകും. അതുപോലെ പവറുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ഒരു കാര്യം, ഇത് 2 ലക്ഷം കഴിഞ്ഞു കേട്ടോ വണ്ടി. പ്രോപ്പർലി സർവീസ് ചെയ്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ BMW കൊള്ളാട്ടോ. അല്ലെങ്കിൽ പ്രോപ്പർ സർവീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ BMW നിങ്ങൾ മേടിക്കുകയോ കൊണ്ടു നടക്കാനേ പാടുള്ളൂ. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വണ്ടികൾ മേടിക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് വരുമ്പോൾ ഒരിക്കലും യൂറോപ്യൻ വണ്ടി മേടിക്കരുത് നിങ്ങൾ. പണി കിട്ടും എന്നുള്ള ഷുവറാണ്. അല്ലെങ്കിൽ നല്ല പുതിയ വണ്ടികളൊക്കെ മേടിക്കുകയാണ് ഓക്കെ. അല്ലെങ്കിൽ അത്ര ശമ്പളവും പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മേടിക്കാത്ത ധൈര്യമായിട്ട്, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ കൊണ്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ആണെങ്കിൽ ഈ വണ്ടിക്കിലേക്ക് പോവാതിരിക്കുക. തുടക്കത്തിലാണ് ഈ പറയുന്നത്.
സർവീസ് ചെയ്യണം പ്രോപ്പർലി. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അതിൻ്റെ എല്ലാ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ഫിക്സ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഇവന് പണി മേടിക്കുന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവാണ് ഇവൻ്റെ സാധനങ്ങളൊക്കെ. അതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ഓക്കെ, നമുക്കിനി ഈ വീട്ടിലേക്ക് എത്താം. നമ്മളങ്ങനെ വീട്ടിലെത്തി. എന്താണ് ഇനി അടുത്ത പരിപാടി മുട്ട പൊളിക്കലാണ്. മുട്ട പൊളിച്ചൊന്ന് മുട്ടയൊന്ന് കുഴച്ചെടുക്കണം. പൊടിച്ചെടുക്കുക. അതിന് ശേഷം എന്താ ചെയ്യുക, അത് മയണൈസ് ചേർന്ന് ഇളക്കി മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ബ്രെഡിൽ വെച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം വേണ്ട സാധനങ്ങളൊക്കെ മനസ്സിലായല്ലോ. മുട്ട വേണം, മയണൈസ് വേണം, പിന്നെ നമുക്ക് വീട്ടിൽ വേറെ എന്തെങ്കിലും ചീസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. മെയിനായിട്ട് ഇത് രണ്ടുമാണ് വേണ്ടത്. വേണമെങ്കിൽ വീട്ടിൽ തവയിൽ വെച്ച് അതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ചാൽ മതി. നമ്മുടെ കോഴിയുടെ മുട്ടയ്ക്ക് തൊണ്ടിന് വളരെ കട്ടി കുറവാണ്. അതുകൊണ്ട് പൊളിച്ചെടുക്കൽ നല്ല പണി കേട്ടോ. അത് ഞാൻ കേട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒത്തിരി കാലം മുട്ട ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കാൽഷ്യം കുറയും. ഞാൻ കാൽഷ്യം വേറെ കൊടുക്കുന്നുണ്ട്, എന്നാലും അതുകൊണ്ടാണ് ഈ മുട്ടയ്ക്ക് കട്ടി കുറയുന്നത് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഫുഡിലൊക്കെ നമ്മൾ മേടിക്കുന്ന ഫുഡിലൊക്കെ എന്താണ് കാൽഷ്യം ഉണ്ടാവും. ഞാൻ അല്ലാതെയും കാൽഷ്യം കൊടുക്കുന്നുണ്ട്, ബട്ട് ചില മുട്ട വളരെ കട്ടി കുറവാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ശരിയാക്കട്ടെ. അങ്ങനെ 4 മുട്ട എടുത്തു. ഒരു ഫോർക്ക് എടുത്ത് ഞാൻ ഇതെല്ലാം ഒന്ന് ഉടക്കിയാണ് നന്നായിട്ട്. നല്ലവണ്ണം ഉടച്ച് ഇങ്ങനെ നല്ലവണ്ണം വൃത്തിയായിട്ട് ഉടയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഒരുവിധം ഉടഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നെ ഇത് കൂടെ ചേർത്തിട്ട് മയണൈസ് എടുക്കുക. ഇത് മതിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അത്ര പ്രൊഫഷണൽ ഷെഫൊന്നും അല്ലാത്തതുകൊണ്ട് ശരിയാവണമെന്നൊന്നുമില്ല കേട്ടോ. എനിവേ ഞാൻ അത്രയും ചേർത്തു അങ്ങോട്ട് വേസ്റ്റാക്കണ്ട കിട്ടും. ഓക്കെ, അതോടെ ഡിഷ് വാഷിലേക്ക് ഇത് ശരിക്കും പ്രോപ്പർലി മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്കിത് 2 രീതിയിൽ ഉണ്ടാക്കാം. വേണമെങ്കിൽ ഇങ്ങനെ തവയാണുള്ളൂവെങ്കിൽ, ഇങ്ങനത്തെ ടോസ്റ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ തവയിൽ വെച്ചിട്ട് തവയിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ടോസ്റ്ററിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ബ്രെഡ് അതിനകത്ത് വെച്ചു. അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഇവനെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്, എല്ലായിടത്തും എത്തി. ഓക്കെ, ഇച്ചിരി കൂടുതലായിപ്പോയി, ഇത്ര വേണ്ട. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് വേണമെങ്കിൽ ചീസ് ഉണ്ടോ? ചീസ് ഇല്ല അല്ലേ? ഞാൻ ചീസ് ഉണ്ടോ ചോദിച്ചു. ചീസ് ഇല്ല. വേണമെങ്കിൽ ഇങ്ങനത്തെ ഷേവ്ഡ് ഹാം ഒക്കെ ഉണ്ടെങ്കിൽ മതിട്ടോ, അല്ലെങ്കിൽ ഇത് തന്നെ മതി കേട്ടോ. ഉണ്ടെങ്കിലാണ് പറഞ്ഞത്, വീട്ടിലുണ്ടെങ്കിൽ മതി. മേടിച്ചോണ്ട് നോക്കാം. ക്യാമറ ഓണാണ്. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കാം നമുക്ക്. 1 2 വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ. അല്ലെങ്കിൽ ഇവനെ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ബ്രെഡ് അതേപടി തന്നെ വെച്ചാൽ മതി. ബ്രെഡ് മതി, ബ്രെഡും മയണൈസും മാത്രം മതി. അപ്പോൾ ഇതിനെ ഓൺ ചെയ്തു. തവയിലാണെങ്കിൽ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ചൂടാക്കുക. അതിനുശേഷം തിരിച്ചിടുക. ഇതിലാകുമ്പോൾ തിരിച്ചിടേണ്ട കാര്യം, എല്ലാ 2 സൈഡും ചൂടാവുകയാണ്. നമുക്ക് ഇതിലിടുക. അതിന് ശേഷം സോഫ്റ്റായിട്ട് നമ്മൾ തിരിച്ചിട്ട് 2 ബ്രെഡ് വെച്ച് തിരിച്ചിട്ട് മറിച്ചുണ്ടാക്കുക. ഓക്കെ, ഷേവ്ഡ് ഹാം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡിൽ ഉള്ളവർക്ക് തന്നെ അറിയാം, ഇത് വളരെ തിന്നായിട്ട് വരുന്ന ഇതാണ് കേട്ടോ, പോർക്കിൻ്റെ ഇതാണ്. അതുപോലെ തന്നെ ഷേവ്ഡ് ബീഫ് കിട്ടും, ഷേവ്ഡ് ചിക്കൻ കിട്ടും, അങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റൈലിന് സാധനമാണ് കേട്ടോ. ആഹാ, ചൂടോടെ ഇതിൻ്റെ ടോസ്റ്ററിൻ്റെ മാർക്ക് വരെ വന്നിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് തിന്ന് നോക്കുന്ന പരിപാടിയിലേക്ക് നോക്കാം. അപ്പം നല്ല ചൂടാണ് കേട്ടോ. നമുക്ക് പതുക്കെ ഇവനെ എടുത്ത്, നല്ല ചൂടാണ് കേട്ടോ, ബി കെയർഫുള്ളേ. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വെക്കാം. ഇത് ഞാൻ വിചാരിക്കണേ രാവിലെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അയ്യോ നല്ല ചൂടാണ്. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കൊടുക്കാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഒപ്പം നമ്മുടെ ഈ മേടിച്ചുകൊണ്ടുവന്ന ചിക്കൻ ഓരോന്ന് വെക്കുകയാണ്. ചിക്കൻ മോള് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, എന്നാ കഴിച്ചോ. അപ്പം ഞാനിതൊന്ന് തിന്നു നോക്കട്ടെ കേട്ടോ. മോള് പറഞ്ഞു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു. വാവ്, കൊള്ളാം.
എല്ലാവരും ട്രൈ ചെയ്തോ കേട്ടോ. സിമ്പിൾ പരിപാടിയല്ലേ. മയണൈസ് ഉണ്ടാവണം, എഗ്ഗ് ഉണ്ടാവണം, പിന്നെ മറ്റേ എന്താണ് പറയുന്നത്, ഷേവ്ഡ് ഹാം ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ അതൊന്നും നാട്ടിൽ അത്ര ഫേമസ് ആയിട്ടുള്ള സാധനമല്ല, കോമൺ ആയിട്ടുള്ള സാധനമല്ല, അത് വേണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ അതിന് മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ ചീസും കൂടെ മിക്സ് ചെയ്തിടാം. അപ്പോൾ അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. കിടോ സംഭവങ്ങളാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന പരിപാടിയാണ്. ഇങ്ങനെ ഒത്തിരി ടൈപ്പ് സാൻഡ്വിച്ചസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ സിമ്പിൾ സാൻഡ്വിച്ചസ്, ബർഗേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് എഴുതിക്കോളൂ. പക്ഷേ ഇതിനേക്കാളും ഭയങ്കര ബിഗ് ഷോ എന്താണ് പറയുക, ഷെഫുമാരുടെയൊക്കെ വീഡിയോ നിങ്ങൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് അറിയാം. ഒത്തിരി വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഞാനും ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞു. ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗൈസ്.